അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച. സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ചർച്ച ചെയ്ത് നിയമസഭ. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനായി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതിനെ തുടർന്നായിരുന്നു ചർച്ച. ദൃശ്യമാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണെന്നും അതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിക്കുകയായിരുന്നു. വല്ലവന്റെയും മക്കളെ തല്ലിച്ചതച്ചിട്ട് നാണമില്ലാതെ പോലീസിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാതെ പിടിച്ചുവച്ചത് പോലീസാണെന്നും ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്നും സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ 2 MLA-മാർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. പോലീസ് അതിക്രമം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത് നേരിട്ട പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം വിവരിച്ചുകൊണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിൽ റോജി M. ജോൺ MLA സംസാരിച്ചത്. നിയമസഭയിൽ പിണറായി വിജയന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ച റോജി M. ജോൺ അന്ന് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞ ആളുടെ പോലീസാണ് ഇപ്പോൾ സുജിത്തിനെ മർദ്ദിച്ചതെന്ന് പറഞ്ഞു. ജനാധിപത്യപരമായി ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നും രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പെരുമാറ്റമായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞിട്ടും അടികിട്ടിയെന്നും നേതാവ് ചമയേണ്ട എന്ന് പറഞ്ഞായിരുന്നു അടിച്ചതെന്നും റോജി M. ജോൺ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ രോഗികൾ സ്വന്തം ചിലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ട ദുരവസ്ഥയാണെന്ന ഡോക്ടർ ഹാരിസിന്റെ തുറന്നുപറച്ചിൽ നിയമസഭയിൽ ശരിവെച്ച് ആരോഗ്യമന്ത്രി. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽപ്പെട്ട രോഗികൾ പോലും ചികിത്സയ്ക്ക് പണം ചെലവാക്കേണ്ട സാഹചര്യം ഗൌരവമായി തന്നെയാണ് കാണുന്നതെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാൻ 8.66 കോടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ചെലവാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഏറെ സ്വാധീനമുള്ള മേഖലകളെ അമേരിക്കയുടെ പുതിയ താരിഫ് നയം ബാധിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, കയർ, തേയില തുടങ്ങിയ മേഖലകളിൽ താരിഫ് നയം ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ PP ചിത്തരഞ്ജന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഏകദേശം 12-13% കേരളത്തിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരോക്ഷമായി വിമർശിച്ച് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പെന്നായിരുന്നു പരാമർശം. യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന രാഹുലിന്റേതെന്ന് പറയുന്ന ഓഡിയോ വിവാദമായ പശ്ചാത്തലത്തിൽ ശിശുജനന മരണനിരക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് വന്നില്ല. എല്ലാ ദിവസവും സഭയിലേക്ക് വരേണ്ടെന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണിതെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താത്തതിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലെന്ന് റിപ്പോർട്ടുകൾ. രാഹുൽ സഭയിലെത്തിയാൽ സർക്കാരിനെതിരായ പോരാട്ടത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടും എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തി. ഇതാണ് സഭയ്ക്കകത്തും പുറത്തും ഇന്നലെ ദൃശ്യമായതെന്നും പാർട്ടി വിലയിരുത്തി. ഇതിനു പിന്നാലെയാണ് സഭയിലോട്ട് എത്തരുതെന്ന് നേതൃത്വം രാഹുലിനെ അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ഗർഭചിത്ര ആരോപണം സഭയിൽ ഉന്നയിച്ച് KT ജലീൽ MLA. ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശം നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുലിനെ പോലെ ആണോ എല്ലാ കോൺഗ്രസുകാരും എന്നായിരുന്നു ജലീലിന്റെ ചോദ്യം. PK ഫിറോസിനെ പോലെ അല്ലല്ലോ എല്ലാ ലീഗുകാരെന്നും അതുപോലെ എല്ലാ പോലീസുകാരും പുഴുക്കുത്തുകളല്ലെന്നും പോലീസ് അതിക്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും ജലീൽ പറഞ്ഞു. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് സഹായധനമല്ല, മറിച്ച് ഉപാധികളോടുകൂടിയ വായ്പയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഫണ്ടിനെക്കുറിച്ചുള്ള UA ലത്തീഫിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി നൽകാൻ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം.
കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം പോയതിനാണ് പരാതി. KPCC അധ്യക്ഷൻ, അച്ചടക്ക സമിതി എന്നിവർക്ക് പരാതി നൽകും. പാർട്ടി സസ്പെൻഡ് ചെയ്തയാൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്നും ഷജീറിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടും. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. സുരേഷ് ഗോപിയും സഹോദരനും വ്യാജരേഖ ചമച്ച് തൃശൂരിൽ വോട്ട് ചെയ്തു എന്നായിരുന്നു പ്രതാപന്റെ പരാതി. എന്നാൽ ഈ ആരോപണം തെളിയിക്കുന്നതിനായി വേണ്ട രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലിലാണ് കേസെടുക്കാൻ കഴിയില്ലെന്ന് പരാതിക്കാരനെ പോലീസ് അറിയിച്ചത്. ജില്ലാ ഭരണകൂടത്തിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ കൂടുതൽ രേഖകൾ വരുന്ന മുറയ്ക്ക് കേസെടുക്കുന്ന കാര്യത്തിൽ വീണ്ടും ആലോചിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ ചിരി ചിരി ചെറു ചിരി പൊളി പൊളി അടിപൊളി തകതിത്താരോ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. കാക്കിയണിഞ്ഞ് പോലീസ് ചെയ്യുന്നത് പോലീസ് പണിയല്ല, പാർട്ടി പണിയാണെന്നും സംസ്ഥാനത്ത് ഏറിവരുന്ന പോലീസ് അക്രമങ്ങളുടെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്നും കുറ്റപ്പെടുത്തി ഷാഫി പറമ്പിൽ MP. തലപ്പത്തിരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴോട്ട് രോഗം പോലെ പോലീസിലേക്ക് പടരുന്നതെന്നും പോലീസ് ഗുണ്ടകളുടെ രക്ഷാധികാരിയായി മുഖ്യമന്ത്രി മാറിയെന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും പ്രതികരണത്തിന്റെ കാലതാമസം ഗുണ്ടകൾക്കൊപ്പമാണെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാലിയേക്കരയിൽ ടോൾ പിരിവിന് ഹൈക്കോടതി ഇന്നും അനുമതി നൽകിയില്ല. ഇടക്കാല ഗതാഗത കമ്മിറ്റിയുടെ റിപ്പോർട്ട് അപൂർണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഡിവിഷൻ ബെഞ്ച് ദേശീയപാതയിലെ പ്രശ്നം നിസ്സാരമായി കാണരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും വ്യക്തമാക്കി. പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ച കോടതി ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. B. അശോക് IASന്റെ സ്ഥലം മാറ്റം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. സ്ഥലം മാറ്റത്തിനെതിരെ B. അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഇന്നലെയാണ് അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയത്. MSC എൽസ 3 കപ്പൽ മുങ്ങി 3 മാസമാകുമ്പോൾ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാനുള്ള നടപടികളിൽ മെല്ലെപ്പോക്ക് തുടർന്ന് സർക്കാർ. ബാധ്യത 132 കോടിയിൽ പരിമിതപ്പെടുത്തണമെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതിയെ അറിയിച്ചിട്ടും സർക്കാർ ഇതുവരെ എതിർപ്പ് അറിയിച്ചിട്ടില്ല. പാരിസ്ഥിതിക ആഘാതം ഉണ്ടായെന്ന് തെളിയിച്ചാൽ പരാതികളില്ലാതെ നഷ്ടപരിഹാരം ലഭിക്കുമെങ്കിലും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നിയമവിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും ഉന്നയിക്കുന്ന ആരോപണം. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിന്റെ വാഹനം അപകടത്തിലായതിനെ തുടർന്ന് 22 കുട്ടികൾക്ക് പരിക്കേറ്റതിൽ കടുത്ത നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കും. കൂടാതെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. സ്കൂളിനെ ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. ഇന്ന് നേരിട്ട് ഹാജരാകാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുന്നംകുളം പോലീസിൽ നിന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെതിരെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. VS സുജിത്ത് ഒരു സ്വാതന്ത്ര്യസമര സേനാനിയല്ലെന്നും പോരാളിയായോ സർവതംഗ പരിത്യാഗിയോ ആയിട്ടുള്ള ആളല്ലെന്നും സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ ഒരു മറുവശമുണ്ടെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന മട്ടിലാണ് സുജിത്തിന്റെ വിവാഹ വാർത്തകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചതെന്നും സുജിത്ത് പോലീസിനെ തല്ലിയത് ഉൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണെന്നും ഒരു മാധ്യമവും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്നും KV അബ്ദുൽ ഖാദർ ആരോപിച്ചു. ഇതുപോലൊരാളെ പോലീസ് കൊണ്ടുപോയി തടവി ബിരിയാണി വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്നും അബ്ദുൽ ഖാദർ പരിഹസിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓൺലൈനായി ഇതുവരെ 4590 പേരെ അപേക്ഷ നൽകിയെങ്കിലും പ്രതിനിധികളുടെ എണ്ണം 3500 ചുരുക്കുമെന്ന് റിപ്പോർട്ടുകൾ. ആദ്യം വന്ന 3000 പേരെ ഇതിനായി തിരഞ്ഞെടുക്കും. ദേവസ്വം ബോർഡ് നേരിട്ട് 500 പേരെയും ക്ഷണിക്കും. ഇതോടെ രജിസ്ട്രേഷൻ നടപടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്ന പ്രമുഖരെയും തീരുമാനിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാൻ വിഷയാവതരണം നടത്തുന്നത് K. ജയകുമാർ IAS ആയിരിക്കും. ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യാൻ ഭക്തർക്കും തനിക്കും പേടിയാണെന്നും എന്ത് ചെയ്താലും തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്കയെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല ഒരു പേടി സ്വപ്നമായി മാറുകയാണെന്നും ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പേടിയാണെന്നും ദൈനംദിന കാര്യം ചെയ്യാൻ തനിക്കും പേടിയുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു.
സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് പ്രശസ്ത എഴുത്തുകാരിയും നിരൂപകയുമായ പ്രൊഫസർ എം ലീലാവതി എതിർപ്പുകളോട് വിരോധമില്ലെന്നും എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെയെന്നും അവരോട് ശത്രുതയില്ലെന്നും എതിർപ്പുകൾ നേരിട്ട് തന്നെയാണ് തുടക്കം മുതൽ തന്റെ ജീവിതമെന്നും ലീലാവതി കൂട്ടിച്ചേർത്തു. ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്നായിരുന്നു ടീച്ചറുടെ പരാമർശം. ഈ പരാമർശത്തിലായിരുന്നു ലീലാവതി ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസൺ സെപ്റ്റംബർ 19 മുതൽ നടക്കും. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് IPL ക്രിക്കറ്റ് മാതൃകയിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിക്കുന്നത്. 3 മാസം നീളുന്ന 14 മത്സരങ്ങളുള്ള CBL ഡിസംബർ 6 കൊല്ലത്തെ പ്രസിഡന്റ്സ് ട്രോഫിയോടെ സമാപിക്കും. വയനാട് വനവകുപ്പ് ഉദ്യോഗസ്ഥയെ അർദ്ധരാത്രി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ സുഗന്ധഗിരി സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിന്റെ സംഭാഷണം പുറത്തുവന്നു. പരാതിയിൽ നിന്ന് പിന്മാറാൻ രതീഷ് കുമാർ യുവതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. തെറ്റുപറ്റിപ്പോയെന്നും നാറ്റിക്കരുതെന്നും രതീഷ് കുമാർ പറയുന്നത് സംഭാഷണത്തിലുണ്ട്. കേസിന് പോകാതിരുന്നാൽ എന്ത് ചെയ്യാനും തയ്യാറാണെന്നും രതീഷ് കുമാർ സംഭാഷണത്തിനിടെ പറയുന്നു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. വരുമാനത്തിന് ആനുപാതികമല്ലാത്ത സ്വത്ത് സമ്പാദിച്ചതിന് അസം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ നൂപുർ ബോറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിജിലൻസ് സെല്ലിലെ സംഘം നൂപുർ ബോറയുടെ ഗുവാഹത്തിയിലെ വസതിയിൽ റെയ്ഡ് നടത്തുകയും 92 ലക്ഷം രൂപ പണവും 1 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും പിടിച്ചെടുത്തു. ബാർപേട്ടയിലെ വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 10 ലക്ഷം രൂപയും കണ്ടെടുത്തു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ കനത്ത മഴയെ തുടർന്ന് വീണ്ടും മേഘവിസ്ഫോടനം. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും വീടുകൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വാഹനങ്ങളും കടകളും ഒലിച്ചുപോയി. 2 പേരെ കാണാതായതായാണ് ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ട്. സഹസ്രധാരയിലും തംസ നദിയിലും കാണാതായ ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി 1 ദിവസത്തേക്ക് കൂടി നീട്ടിയതിനാൽ ഇന്നും കൂടി റിട്ടേൺ സമർപ്പിക്കാം. പോർട്ടലിലെ സാങ്കേതിക തകരാറുകൾ കാരണം നികുതിദായകർക്ക് റിട്ടേൺ സമർപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നു. വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന ഈ ആവശ്യം പരിഗണിച്ചാണ് ആദായനികുതി വകുപ്പ് സമയപരിധി നീട്ടാൻ തീരുമാനിച്ചത്. ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയെന്ന് ട്രംപ് പറഞ്ഞു. അറബ് ഉച്ചകോടിക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകി. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം തന്നെ നേരത്തെ അറിയിച്ചെന്ന റിപ്പോർട്ടും ട്രംപ് തള്ളി. ടിക്ടോക്കുമായി ബന്ധപ്പെട്ട് US-ഉം ചൈനയും തമ്മിൽ കരാറിലെത്തിയതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് വെള്ളിയാഴ്ച ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ സംസാരിക്കും. അമേരിക്കയിൽ ടിക്ടോക്കിനെ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള സമയപരിധി അടുത്തിരിക്കെയാണ് ഈ സുപ്രധാന നീക്കം. അനധികൃത ബെറ്റിംഗ് ആപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗിനും റോബിൻ ഉത്തപ്പയ്ക്കും നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിയമവിരുദ്ധമായി ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കലിനെ കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ED ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. നേരത്തെ ബോളിവുഡ് താരങ്ങളെ അടക്കം ഈ കേസിന്റെ ഭാഗമായി ED ചോദ്യം ചെയ്തിരുന്നു. ഏഷ്യാകപ്പിൽ ഈ മാസം 28 നടക്കുന്ന ഫൈനലിലെത്തുകയും കിരീടം നേടുകയും ചെയ്താൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ഇന്ത്യ കിരീടം ഏറ്റുവാങ്ങില്ലെന്ന് റിപ്പോർട്ട്. ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ പിൻവലിച്ചില്ലെങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നാണ് സൂചന. ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ ഹസ്തദാന വിവാദത്തിന് പിന്നാലെ മത്സരത്തിലെ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ICC ഔദ്യോഗികമായി തള്ളി. ഇക്കാര്യം പാക് ക്രിക്കറ്റ് ബോർഡിനെ ICC ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇതോടെ മാച്ച് റഫറിയെ മാറ്റിയില്ലെങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി ഉയർത്തിയ പാകിസ്ഥാൻ വെട്ടിലായി. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ മാരത്തോണിൽ അവിശ്വസനീയമായ ഫോട്ടോ ഫിനിഷിലൂടെ
ടാൻസാനിയയുടെ അൽഫോൺസ് ഫെലിക്സ് സിംബു സ്വർണം നേടി. ഫോട്ടോ ഫിനിഷിലാണ് മാരത്തൺ ജേതാവിനെ നിശ്ചയിച്ചത്. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സ്വർണം നേടിയത് ടാൻസാനിയയുടെ അൽഫോൺസ് ഫെലിക്സ് സിംബുവാണ്. ജർമ്മനിയുടെ അമനാൽ പെട്രോസ് ഫോട്ടോ ഫിനിഷിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.